അപ്പം ദൈവിക സാന്നിധ്യം, ദ പ്രസൻസ് ഓഫ് ഗോഡ്, ദൈവ സാന്നിധ്യം ഉള്ളപ്പോൾ എന്തൊക്കെ സംഭവിക്കും? വെൻ ഗോഡ് ഈസ് പ്രസൻറ്റ്, ഹീ ഡസ് തിങ്സ് ഓൺലി ഗോഡ് ക്യാൻ ഡു. ഒരു സഭയിലോ അല്ലെങ്കിൽ ഒരു ഭവനത്തിലോ എവിടെയോ ദൈവമുണ്ടോ, എവിടെ ദൈവമുണ്ടോ അവിടെ ചില കാര്യങ്ങൾ നടക്കും. പക്ഷെ ആ കാര്യങ്ങൾ ദൈവത്തെ കൊണ്ട് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ, അത് മനുഷ്യരാൽ കഴിയുകയില്ല. മൈറ്റി ആക്ട്സ്, വലിയ വലിയ പ്രവൃത്തികൾ, ആൻഡ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ്, അതായത് നമുക്ക് വിവരിക്കാൻ കഴിയില്ല, നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അങ്ങനത്തെ അമാനുഷികമായ അത്ഭുതങ്ങൾ എന്തു ചെയ്യും? നടക്കും. സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നമ്മളെല്ലാം രോഗികളായിരുന്നിട്ടുണ്ട്, എവിടെയെങ്കിലും നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട്, മരുന്നെടുത്തിട്ടുണ്ട്, ചിലപ്പം സർജറി ചെയ്തിട്ടുണ്ടായിരിക്കും, ചിലപ്പം ചില കേസസിലൊക്കെ കീമോ എടുത്തിട്ടുണ്ടായിരിക്കും, റേഡിയേഷൻ എടുത്തിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എടുത്ത് നമ്മളൊന്ന് സുഖത്തോടെ ഇവിടെ ഇരിക്കുന്നു. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, ഞാനൊരു ക്യാൻസർ രോഗിയായിരുന്നു, ഞാൻ ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് 2 വർഷം എടുത്ത് ഞാനിന്ന് കൃപയാൽ സൗഖ്യത്തോടെ ഇരിക്കുന്നു എന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞാൽ അതിൻ്റെ മഹത്വം ശരിക്കും പറഞ്ഞാൽ ആർക്കാ? എവിടെ പോയാലും ഒടുവിൽ RCC തന്നെ വരേണ്ടി വരും. അതുകൊണ്ട് അവിടെ എവിടെയും പോയി വെറുതെ പൈസ കളയാതെ ആദ്യമേ RCC പോണയാണ് നല്ലത്. ഇവിടെ ഇരുന്നോട്ട് ദൈവം എന്നൊക്കെ പറയും, പുറത്തോട്ടിറങ്ങി RCC. ദൈവത്തിന് ആ മഹത്വം ഒടുവിൽ നമ്മൾ പറയും, പക്ഷേ ദൈവം നേരത്തെ അത് കാണിച്ചു തന്നു. അതുകൊണ്ട് സ്റ്റേജ് ഈ പറഞ്ഞാൽ 1 or 2 ആയുള്ളൂ. പിന്നെ നല്ലൊരു ഡോക്ടറെ ദൈവം തന്നു. പിന്നെ ഞങ്ങൾ പോയ ആ ഡിപ്പാർട്ട്മെൻറ്റ് നല്ലതായിരുന്നു, അവിടുത്തെ റേഡിയേഷൻ്റെ മെഷീൻ പുതിയതായിരുന്നു. പിന്നെ എന്താണ്, ഇപ്പോഴത്തെ ചില ന്യൂജൻ ഡ്രഗ്സ് ഉണ്ടല്ലോ, അതായിരുന്നു. ഇങ്ങനെയൊക്കെ വന്നുകൊണ്ട് പിന്നെ ഇൻഷുറൻസും ദൈവകൃപയാൽ കിട്ടി. അപ്പം ചുരുക്കി പറഞ്ഞ മഹത്വം എല്ലാം കൂടെ ഓരോരുത്തർ, ഇൻഷുറൻസുകാരൻ കൊണ്ടുപോയി, ഡോക്ടർ കൊണ്ടുപോയി, RCCക്കാരൻ കൊണ്ടുപോയി, മരുന്ന് കൊണ്ടുപോയി, നഴ്സ് കൊണ്ടുപോയി, ലാബുകാരൻ കൊണ്ടുപോയി, എല്ലാവരും കൂടെ മഹത്വം വീതിച്ചെടുത്തപ്പം ദൈവത്തിന് ഇനി അവസാനം വല്ലതും ഉണ്ടോ? ഇത് നാച്ചുറലാണ്. ഒരു രോഗിയാവുമ്പം സൗഖ്യം കിട്ടിയ നാച്ചുറൽ പ്രോസസ്സാണ് ഞാനീ പറയുന്നത്. അതിനകത്ത് ഡോക്ടേഴ്സുണ്ട്, മെഡിക്കൽ സയൻസ് ഉണ്ട്, മരുന്നുണ്ട്, പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളാരും ഡോക്ടേഴ്സിനും മെഡിക്കൽ സയൻസിനും എതിരല്ലല്ലോ. പക്ഷേ അവിടെ പ്രശ്നം സൂപ്പർ നാച്ചുറൽ എന്ന് പറയുമ്പോൾ എന്തുവാ? അതാണ് ഞാനീ പറയാൻ വന്നത്. ഇത് ആശ്ചര്യമായിരിക്കുന്നു, ഇത് ഞങ്ങളുടെ കണ്ണിൽ ആശ്ചര്യമായിരിക്കുന്നു, ഇത് യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് സാക്ഷ്യം പറയത്തക്ക കാര്യങ്ങൾ നടക്കും. എവിടെ? ദൈവസാന്നിധ്യം.